നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. നവരാത്രിയുടെ ഭാഗമായി ദുർഗാഷ്ടമി ആഘോഷം. സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വെച്ചു. ബുധനാഴ്ചയാണ് ആയുധപൂജ. വ്യാഴാഴ്ച വിദ്യാരംഭം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 86,760 രൂപ. പവന് 1,040 രൂപ വർദ്ധിച്ചും ഗ്രാമിന്റെ വില 10,845 രൂപയായി. പ്രബോധിനി സാഹിത്യ പുരസ്കാരം എം മുകുന്ദന് സമ്മാനിച്ചു. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാലയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഛായാചിത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ഫാർമസി കെട്ടിടം, ഫാർമസി ബ്ലോക്ക്, ടോക്കൺ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് ഫാർമസി ബ്ലോക്ക്. വിശദമായ വാർത്തകളിലേക്ക്. നവരാത്രിയുടെ ഭാഗമായി ദുർഗാഷ്ടമി ആഘോഷം. സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വച്ചു. ബുധനാഴ്ചയാണ് ആയുധപൂജ. വ്യാഴാഴ്ച വിദ്യാരംഭത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ദേവി ഉപാസനയുടെ പൂർണ്ണതയിലെത്തുന്ന ദുർഗാഷ്ടമിയാണ് ചൊവ്വാഴ്ച. തിങ്കളാഴ്ച വൈകുന്നേരത്ത് സംസ്ഥാനത്ത് പൂജവെപ്പ് ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിലും വിദ്യാകേന്ദ്രങ്ങളിലുമായിരുന്നു പൂജവെപ്പ് ചടങ്ങുകൾ നടന്നത്. ദുർഗാക്ഷേത്രങ്ങളിലും സരസ്വതി ക്ഷേത്രങ്ങളിലും പ്രധാന ചടങ്ങുകൾ നടന്നു. നവരാത്രിയിലെ പ്രധാന ദിവസമായ മഹാനവമി ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച രാവിലെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭം ആരംഭിക്കും. എല്ലായിടത്തും കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും പൂജ വയ്ക്കുന്നതിന് പുറമെ കച്ചവട സ്ഥാപനങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ, ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിൽ ആയുധപൂജയും നടക്കും. പണിയായുധങ്ങൾ, വാഹനങ്ങൾ എന്നിവയും പൂജിക്കാറുണ്ട്. അക്ഷരമേഴത്തിന് തുടക്കം കുറിക്കുന്നതിനൊപ്പം സംഗീതം, കലകൾ, ചിത്രരചന എന്നിവയ്ക്കും വിജയദശമി ദിനത്തിൽ തുടക്കമാകും. മഹാനവമി ദിവസമാണ് ആയുധപൂജ. നവദുർഗമാരിൽ 9ാമത്തെ ഭാവമായ സിദ്ധിദാത്രിയെയാണ് ഭജിക്കുന്നത്. ഈ ദിവസം ആചാരാനുഷ്ഠാനങ്ങളുടെയും സമ്പൂർണ്ണ ഭക്തിയുടെയും സഹായത്തോടെ ആത്മീയ പരിശീലനം നടത്തുന്ന ഭക്തൻ എല്ലാ നേട്ടങ്ങളും കൈവരിക്കുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്വകാര്യ ചാനൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJPയുടെ വക്താവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP വക്താവിനെതിരെ കേസെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തിയത്. കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഭരണിക്കാവ് മണക്കാട്ടുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം KPCC സെക്രട്ടറി P. ജെർമിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവനയാണ് പ്രഭു മഹാദേവിന്റെ നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യം ഏറ്റവും അധികം, ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും അധികം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ജനനേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വീഴുമെന്നുള്ള ഏറ്റവും ധിക്കാരപരമായ ഒരു ഭീകരവാദിയുടെ നാവിൽ നിന്ന് വീഴുന്ന പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് Y. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ഗോകുലമനിൽ, തുണ്ടിൽ നൌഷാദ്, വർഗീസ് തരകൻ, PM സെയ്ത, MY നിസാർ, കടപുഴ മാധവൻപിള്ള, ഗോപൻ പെരുവേലിക്കര, വിനോദ് വില്യത്ത്, R. അരവിന്ദാക്ഷൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 85,000 കടന്നു. ചൊവ്വാഴ്ചത്തെ വില 86,760 രൂപയാണ്. പവന് 1,040 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന്റെ വില 10,845 രൂപയായി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവാണുണ്ടായത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 86,760 രൂപയായി. പവന് 1,040 രൂപയാണ് വർദ്ധിച്ചത്. വെള്ളിയുടെ വിലയിലും വലിയ കുതിപ്പാണ് ഉണ്ടായത്. ഡോളറിന്റെ ബലഹീനതയും നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകളുമാണ് സ്വർണ്ണവിലയെ പുതിയ ഉയരത്തിൽ എത്തിച്ചിരിക്കുന്നത്. MCXൽ ഒരു ടൺ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി. ഒക്ടോബറിൽ ഫെഡ് റിട്ടേൺ കുറയ്ക്കാനുള്ള 90% സാധ്യതയും ഡിസംബറിൽ മറ്റൊരു റിട്ടേൺ കുറയ്ക്കാനുള്ള 65% സാധ്യതയുമാണ് വിപണിയിൽ ഇപ്പോൾ വില നിശ്ചയിക്കുന്നത്. MCX ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചറുകൾ 10 ഗ്രാമിന് 1,15,590 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയപ്പോൾ MCX സിൽവർ ഡിസംബർ ഫ്യൂച്ചറുകൾ കിലോയ്ക്ക് 1,43,637 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി.
1 ഗ്രാം സ്വർണത്തിന് ചൊവ്വാഴ്ച 85 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 10,670 എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കായി. 1 ഗ്രാം സ്വർണത്തിന് 11,000 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ ഇനി 330 രൂപയുടെ കുറവ് മാത്രമാണുള്ളത്. 8 ഗ്രാമാണ് ഒരു പവനായി കണക്കാക്കുന്നത്. 22 കാരറ്റിന്റെ ഒരു പവൻ സ്വർണത്തിന് ചൊവ്വാഴ്ച 85,360 രൂപയാണ് വില. കഴിഞ്ഞ ദിവസം 84,680 രൂപയായിരുന്നു പവൻ വില. ഇതാണ് 680 രൂപ വർദ്ധിച്ച് 85,000 എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത്. ഡോളറിന്റെ ദുർബലതയും US ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്കുകൾ കൂടുതൽ കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും വർദ്ധിച്ചു വരുന്നതിനാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്. കുന്നത്തൂർ മേഖലയിലെ JCB, ഹിറ്റാച്ചി, ക്രെയിൻ വാഹനങ്ങൾ 30-ന് പണിമുടക്കും. ബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കും. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പണിമുടക്കി ബോധവൽക്കരണ റാലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടകയാണ് ഒക്ടോബർ 1 മുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. JCB, ഹിറ്റാച്ചി, ക്രെയിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധനവ് വരുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ ഭാരവാഹികൾ അറിയിച്ചു. സിനിമാ പറമ്പിലെ ബ്ലോക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ഗ്രൗണ്ടിൽ JCB, ഹിറ്റാച്ചി കൂട്ടിയിട്ടുകൊണ്ട് ഞങ്ങൾ അതിൽ കമ്മിറ്റിയും യോഗവും ഇതായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ 10 മണിക്ക് അത് തുടങ്ങും. അതാത് മേഖലയിലുള്ള JCBകൾ പിന്നെ സിനിമാർ വടക്കുള്ളത് ചക്കുള്ളി കേന്ദ്രീകരിച്ച് മൈനാഗപ്പള്ളി ശാസ്താംബരം കേന്ദ്രീകരിച്ച് റാലിയായിട്ട് സിനിമാ പറമ്പിലേക്ക് പോകുന്നതാണ്. വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സംസ്ഥാനം ഒട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് മറ്റു മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 30-ന് മേഖലയിലെ എല്ലാ JCB, ഹിറ്റാച്ചി, ക്രെയിൻ വാഹനങ്ങളും പണിമുടക്കും. തുടർന്ന് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനടുത്തു നിന്നും റേറ്റ് വർധന സംബന്ധിച്ച ജനബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടയർ വരാം എല്ലാം ഡീസൽ സഹിതം ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിച്ചു. ഞങ്ങൾ ഇപ്പോഴും പഴയ വാഹനങ്ങളാണ്. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി അതിൽ കുന്നത്തൂർ മേഖലയിൽ ഞങ്ങൾ ഈ ബാക്കിയുള്ള കോൺട്രാക്ടർമാർ സാധാരണക്കാർ ഞങ്ങളെ വണ്ടി പിടിക്കുന്നവർ ഇവരെ അറിയിക്കാൻ വേണ്ടി എല്ലാവരും പത്രത്തിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചത്. റാലിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു G. നായർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി വിജയൻ കടക്കൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. CEO കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് ശിശുപാലൻ, സെക്രട്ടറി ഷാജി, ട്രഷറർ അനീഷ് സായുജ്യം, സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്ക് റേറ്റ് വർധനവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ചക്കുളിൽ നിന്ന് ആരംഭിച്ച് ഭരണിക്കാവ്, സിനിമാ പറമ്പ്, ശാസ്താംകോട്ട വരെയാണ് പരിപാടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ 9 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുകയും സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികൾ പങ്കെടുക്കുകയും ഈ പരിപാടി വൻ വിജയമാക്കുകയും നാടിൻ്റെ കൂടി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം തുറന്നുകൊടുത്തു. 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മുൻ MP AM ആരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടാണ് കെട്ടിട നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിനായി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മുഴങ്ങോടി പാലശ്ശേരി ലേഖ സതീഷ് ദമ്പതിമാർ പഞ്ചായത്തിന് നൽകിയ 8 സെന്റ് സ്ഥലത്ത് മുൻ MP AM ആരിഫിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വം വന്നതിന് ശേഷം പല പദ്ധതികളും വളരെ വേഗത്തിലാക്കുവാനും പൂർത്തീകരിക്കുന്നതിനും ഒരു ജനപ്രതിനിധി എന്നുള്ള നേരത്തെയും പഞ്ചായത്ത് അംഗമായിരുന്നു, തൊടിയൂർ വിജയൻ നേരത്തെ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ അനുഭവ പരിചയമുള്ള ആളുകളുടെ ഒക്കെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതും സന്തോഷമാണ്. പ്രവർത്തനങ്ങളെ കാര്യത്തിൽ നമുക്ക് ആർക്കും കക്ഷി രാഷ്ട്രീയമില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമീണ റോഡുകളുടെ തകർച്ചയാണ്. പഞ്ചായത്ത് മെമ്പർമാർ എല്ലാം വല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരികയാണ്. ഇപ്പൊ ഏതായാലും പഞ്ചായത്ത് ഇലക്ഷൻ ആണ്. ചിലർ പറയുന്നുണ്ട് ഇപ്പൊ സുധീർ കാര്യക്കൽ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് നിലനാണ്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ സ്വാഗതം പറഞ്ഞു. വസ്തു ലഭിക്കാൻ പരിശ്രമിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രനെ MLA ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിലസ് കലേലി ഭാഗം, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി രാജീവ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷബ്ന ജവാദ്, കെ ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ കാരിക്കൽ, സുനിത അശോക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നജീം മണ്ണേൽ, സിഒ കണ്ണൻ, തൊടിയൂർ വിജയകുമാർ, പുളിമൂട്ടിൽ ശുഭകുമാരി, കെ ധർമ്മദാസ്, ടി ഇന്ദ്രൻ, എൽ സുനിത, ജഗദമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന് സമ്മാനിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു അവാർഡ് കൈമാറി. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരമാണ് M. മുകുന്ദന് സമ്മാനിച്ചത്. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു പുരസ്കാരം സമ്മാനിച്ചു. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പി അനി വരവിള രൂപകൽപ്പന ചെയ്ത ശില്പവും ചിത്രകാരൻ ലെനിൻ ബാല വരച്ച ഛായാചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് P. ദീപു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുരസ്കാരം ലഭിച്ച കൃതിയെയും ഗ്രന്ഥകർത്താവിനെയും പരിചയപ്പെടുത്തി. പ്രബോധിനി ഗ്രന്ഥശാലയിലെ വായനക്കാരായ 24ഓളം വനിതകൾ ചേർന്ന് രചിച്ച അവൾ പൂക്കുന്ന ഇടം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും M. മുകുന്ദൻ നിർവഹിച്ചു. ആരും അങ്ങനെ പോവില്ല, പുസ്തകം അന്വേഷിച്ച് പോവില്ല, പുസ്തകം ഇങ്ങോട്ട് വരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് പുസ്തകങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരണമെന്നുള്ള ഒരു ശാഠ്യം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടത് വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അത് എഴുത്തുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും എഴുത്തുകാരെ ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള ഒരു കാരണം, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാനന്ന് എഴുതുന്ന കാലം പോലെയല്ല ഇത്. അന്ന് ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഒരു പുസ്തകം അച്ചടിച്ചാൽ 1000 കോപ്പിയാണ് ആദ്യത്തെ. 1000 കോപ്പിയാണ് അടിക്കുക. അത് വിറ്റ് തീരാൻ 2 കൊല്ലമോ 1 കൊല്ലമോ 2 കൊല്ലമൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ മുഴുവൻ വിറ്റ് തീരില്ല ഒരിക്കലും. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് 10,000 കോപ്പിയൊക്കെയാണ് ഒറ്റയടിക്ക് അച്ചടിക്കുന്നത്. അത് 1 മാസം കൊണ്ടൊക്കെ വിറ്റ് തീരുകയാണ് 10,000 കോപ്പിയൊക്കെ. അങ്ങനെയുള്ളൊരു കാലമാണിത്. അപ്പോൾ അങ്ങനെ 1000 കോപ്പി വിൽക്കാൻ വേണ്ടി 2 കൊല്ലമൊക്കെ കാത്തിരുന്ന ആ കാലത്ത് നിന്ന് 1 മാസം കൊണ്ട് 10,000 കോപ്പികളൊക്കെ വിറ്റുപോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് മാർക്കറ്റിൻ്റെ അത്ഭുതകരമായൊരു സിദ്ധിയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി M. സലീം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സെക്രട്ടറി V. വിജയകുമാർ, കരയോഗം പ്രസിഡന്റ് ഋഷീന്ദ്രൻ, ആർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രകുമാർ, ഗ്രന്ഥശാല സെക്രട്ടറി നേഹ വിനീത, ലൈബ്രറിയൻ ശിവചന്ദ്രൻ, ബിജി ബാനർജി, ഗിമിജ, സ്മിത, ഉണ്ണിക്കുട്ടൻ, നന്ദുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഫാർമസി കെട്ടിടം, ഫാർമസി ബ്ലോക്ക്, ടോക്കൺ സിസ്റ്റം എന്നിവയുടെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്. ഫാർമസി കെട്ടിടത്തിന്റെയും ഫാർമസി ബ്ലോക്കിന്റെയും ടോക്കൺ സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. പൊതുജനാരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഏറ്റവും നല്ല സംരംഭമാണ് നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ. ഇവിടെ ചികിത്സയും രോഗനിവാരണവും മാത്രമല്ല, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, സാമൂഹികമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ. നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയേക്കാൾ കൂടുതൽ ഔട്ട് പേഷ്യൻസും ഇൻപേഷ്യൻസും ഉള്ള ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ആശുപത്രിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫണ്ട് ഒരു പ്രശ്നമേ അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, ഫണ്ട് ഒരു വിഷയമേ അല്ല. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദിത്വ നിയമം അനുസരിച്ച് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ എന്താവശ്യങ്ങൾ ഉന്നയിച്ചാലും നമുക്കത് സാധ്യമാക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കാലമായുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. മഴയായി കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ മുമ്പിലെ ഇന്റർലോക്ക് പലപ്പോഴും വെള്ളക്കെട്ടുകളായി മാറാറുണ്ട്. ഗേറ്റിനുള്ളിലേക്ക് കടന്നു വരുന്ന പ്രദേശങ്ങളിൽ ഇന്റർലോക്ക് ഇളകി കിടക്കുന്നത് കാരണം വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ
പലപ്പോഴും അതിൽ തട്ടി മറിഞ്ഞു വീഴുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ച വലിയ തുക ഈ ഭരണസമിതിയുടെ വലിയ സന്മനസ് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഹോസ്പിറ്റലില് ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യ മരുന്ന് നൽകുന്ന സ്കീമിലൂടെയും ഒക്കെ, അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് നൽകേണ്ട മരുന്നുകൾ, ഇങ്ങനെയുള്ളതെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് നല്ലൊരു തുക മാറ്റിവെച്ചു. ഇത് തീരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വിളി വരും, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് തീർന്നു, ഉടനെ ഒന്ന് പറയാൻ പറയും. നമ്മുടെ പരിധിയിൽ വരുന്നതല്ലെങ്കിലും സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. ഒരു പൊതുപ്രവർത്തകരായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിയാണ് ജനസേവനമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോസ് മെൽരാജ്, M പ്രസന്നൻ ഉണ്ണിത്താൻ, നിഷ സുനീഷ്, പന്മന ബാലകൃഷ്ണൻ, ജിജി, R ഷീല, ഡോക്ടർ ശശി MD, കോഞ്ചേരിൽ ശംസുദ്ദീൻ, MA കബീർ, സോമൻ, സുനിൽ പൊന്മന, പന്മന സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ട് പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ചു. ഇതിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 2-ന് പുതുക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിക്കുന്നത്. സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ ആരംഭിച്ചത്. സെപ്റ്റംബർ 2-ന് പുതുക്കി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ 2,83,12,458 വോട്ടർമാരാണുള്ളത്. 1,33,52,947 പുരുഷന്മാരും 1,49,59,235 സ്ത്രീകളും 276 ട്രാൻസ്ജെൻഡർമാരുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. ഇതിനു പുറമെ 2087 പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട്. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും. ഒക്ടോബർ 14 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേരൊഴിവാക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകണം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ പേരൊഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഭാരത്തിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാം. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 നിയോജക മണ്ഡലങ്ങളിലെയും 87 മുനിസിപ്പാലിറ്റികളിലെ 3,240 വാർഡുകളിലെയും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് അമേരിക്ക കൂട്ടുനിൽക്കുകയാണെന്നും UN പ്രമേയത്തിന് കടലാസിന്റെ വില പോലുമില്ലെന്നും മുൻ മന്ത്രി G സുധാകരൻ കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ഓച്ചിറയിൽ സംഘടിപ്പിച്ച പാലസ്തീൻ ഗാസ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു G സുധാകരൻ. അമേരിക്ക ആയുധവും പണവും നൽകി ഇസ്രയേലിനെ സഹായിക്കുന്നു. മാറിയ ലോകത്ത് ഇതിനെ എതിർക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് അമേരിക്ക കൂട്ടുനിൽക്കുകയാണെന്ന് മുൻ മന്ത്രി G സുധാകരൻ പറഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ഓച്ചിറയിൽ സംഘടിപ്പിച്ച പാലസ്തീൻ ഗാസ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ആയുധവും പണവും നൽകി ഇസ്രയേലിനെ സഹായിക്കുന്നു. മാറിയ ലോകത്ത് ഇതിനെ എതിർക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല. 60,000-ൽ പരം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും കരുത്തുറ്റ രാജ്യങ്ങളും ഇതിനെതിരെ അനങ്ങുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ദിവസം പോലും ഇസ്രായേലിന് കാരണം ലോകരാജ്യങ്ങളിലെ ജനങ്ങളുടെ എതിർപ്പ്, പലസ്തീൻ പോരാളികളുടെ ശൗര്യം എല്ലാം കൂടി ചേരുമ്പോൾ അമേരിക്കൻ പിന്തുണയില്ലാതെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളും ആവശ്യമായ പണവും അതേ ശൈലിയും
സായുധ ശക്തിയുള്ള ഒരു ലോകരാജ്യവും മുന്നോട്ട് വരുന്നില്ല. അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കാതിരിക്കുകയുള്ളൂ. 10 കാശിൻ്റെ വില പ്രമേയത്തിൽ പോയില്ല. വെറുതെ പ്രമേയം പാസ്സാക്കും. ഇതിൻ്റെ കടലാസം പരിപാടി പല കാര്യം അംഗീകരിക്കുന്നില്ല. എല്ലാവരുടെ കൂടി ഭയങ്കര പ്രസംഗം നടത്തി ചായയും കുടിച്ചിട്ട് പിരിയുന്ന ഒരു ചായക്കളമായി മാറിയിരിക്കുകയാണ്. അത് ഈ ലോക സാഹചര്യത്തിൻ്റെ പ്രത്യേകതയാണ്. താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പാത്രങ്ങളുമായി തെരുവുകളിൽ അലയുന്നവർ, കൂനുകളിൽ പോയി ഭക്ഷണമുണ്ടോ എന്ന് പരതുന്നവർ, പാചകം ചെയ്യുന്ന പാത്രങ്ങളുടെ അടിത്തട്ട് നോക്കി അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിക്കുന്ന കുഞ്ഞുങ്ങൾ, അത്ര ദയനീയമായ രീതിയിൽ ഈ ലോകത്ത് ഒരു രാജ്യത്ത് ഒരു യുദ്ധം നടക്കുകയാണ്. ആ പാലസ്തീൻ ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള യുദ്ധക്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓച്ചിറ ടൗൺ മസ്ജിദ് ചീഫ് ഇമാം KA ഹാരിസ് റഷാദി ദുആയ്ക്ക് നേതൃത്വം നൽകി. താലൂക്ക് ജമാഅത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ജവാദ് സ്വാഗതം പറഞ്ഞു. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ജമാഅത്ത് യൂണിയൻ ട്രഷറർ റിയാദ് വലിയ വീട്ടിൽ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, അഡ്വക്കേറ്റ് KP മുഹമ്മദ്, അഡ്വക്കേറ്റ് M ഇബ്രാഹിംകുട്ടി, ലത്തീഫ് കരുനാഗപ്പള്ളി, അബ്ദുൽ വാഹിദ് കുരുടന്റെ യത്ത, M അൻസാർ, മനാഫ് വടക്കന്തല, ഖലീൽ പൂയപ്പള്ളി, മഹമ്മൂദ് സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഭക്ഷണത്തിൽ പുഴു, കടയുടമയ്ക്കെതിരെ പരാതിയുമായി യുവതി. കൊല്ലം മയ്യനാട് പണയിൽ മുക്കിൽ നിന്നും വാങ്ങിയ പപ്സിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസിനും ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും പരാതി നൽകി. കൊല്ലം മയ്യനാട് പണയമുക്കിൽ പ്രവർത്തിക്കുന്ന ശിവ ബേക്കറിയിൽ നിന്നുമാണ് വീട്ടിലെ അതിഥികൾക്കായി യുവതി പപ്സ് വാങ്ങിയത്. വീട്ടിലെത്തി അതിഥികൾക്ക് നൽകിയപ്പോഴാണ് പപ്സിൽ പുഴുവുണ്ടെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ കടയിലെത്തി കാര്യം പറഞ്ഞു. കടയുടമ പേപ്പറിൽ ഇത് ചുരുട്ടി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇരവിപുരം താന്നിയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബേക്കറിയിൽ നിന്നുമാണ് പപ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് കടയുടമ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് അപർണ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും ഇരവിപുരം പോലീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖലയിൽ സർവീസ് നടത്തുന്നതിനായി മിനി ബസ്സുകൾ ഉടൻ നിരത്തിലിറക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പുനലൂർ ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന പുതിയ സർവീസുകളുടെ ഉദ്ഘാടനവും വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് AC ബസ് സർവീസ് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനലൂരിൽ നിന്ന് ശിവഗിരിക്ക് സർവീസിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്നും ലാഭകരമായി ഓടിക്കാനാകുമെങ്കിൽ പുനലൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് AC ബസ് സർവീസ് അനുവദിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പുനലൂർ ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ സർവീസുകളുടെ ഉദ്ഘാടനവും PS സുബാൽ MLA പുനലൂർ ഡിപ്പോയ്ക്ക് അനുവദിച്ച 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലാഭമുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ റൂട്ടുകളിലും KSRTC ബസ്സുകൾ ഓടിക്കും. ജീവനക്കാർ മന്ത്രിയെ വിശ്വാസത്തിലെടുത്താലേ KSRTC ലാഭകരമായി ഓടിക്കാനാകൂ. തൽക്കാലം എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും നേതാവ് മന്ത്രി തന്നെ. ജീവനക്കാർക്ക് ദോഷമുണ്ടാക്കുന്ന ഒന്നും തന്നെ മന്ത്രി ചെയ്യില്ല. യാത്രക്കാരാണ് യജമാനെന്ന് ജീവനക്കാർ മനസ്സിലാക്കണം. കൈ കാണിച്ചാൽ വണ്ടി നിർത്തിക്കൊടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. MI MSc പഠിച്ചവർ വരെ KSRTC കണ്ടക്ടറായിട്ട് പോകുന്നത് അവർക്ക് നാണക്കേടല്ലേ ഇത്തരം പരിപാടികൾ? മൊത്തത്തിൽ ഈ ഒരു KSRTC ജീവനക്കാരെന്ന സമൂഹത്തെ ഇങ്ങനെ അപമാനിച്ചാൽ കൊള്ളാമോ? പണികൾ കഴിഞ്ഞ 48,000 രൂപ ലാഭത്തിലാണ് പോകുന്നത്. ഒരു ദിവസം 3-4 പേരുടെ അവിടെ കൊണ്ടുവന്ന ഒറ്റ ഇടിയ 4 ദിവസം ഇതിൻ്റെ ഓട്ടമില്ല. ഇപ്പൊ KSRTC ഇത്ര പോയി 2 ലക്ഷം രൂപ പോയോ? 5 ദിവസം വണ്ടി ഷെഡിലായിരുന്നു. 2 ലക്ഷം രൂപ പോയ ആർക്കാ പോയ? എനിക്കല്ല പോയ, ഗണേഷ് കുമാറിനൊന്നും പോയില്ല. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പോൾ 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും 1-ാം തീയതി ശമ്പളവും ഇല്ല, തോന്നുമ്പോൾ ശമ്പളവും 5 ഗഡുക്കളായിട്ട് ശമ്പളമൊക്കെ വാങ്ങാൻ റെഡിയാണെങ്കിൽ ഇതൊക്കെ ചെയ്തു. ഒരു പരാതിയില്ലെന്നെങ്കിൽ അതൊക്കെ ചെയ്തു പറഞ്ഞാൽ കേൾക്കൂ. തൽക്കാലം എല്ലാ ട്രേഡ് യൂണിയന്റെ നേതാവ് ഞാൻ തന്നെ. നിങ്ങൾക്ക് ദോഷമുള്ളതും ചെയ്തിട്ടില്ല, ആരും ആവശ്യപ്പെടാതെ. ഇപ്പൊ കൊട്ടാരക്കര അടക്കം പുതിയ ബസ് സ്റ്റേഷൻ വരികയാണ്. അവിടെ എല്ലാം ജീവനക്കാർക്കുള്ള ഓഫീസ് റൂം എയർ കണ്ടീഷൻ ഏത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പാലക്കാട് എയർ കണ്ടീഷൻ ഓഫീസ്, വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ മുറി, പാപ്പനംകോട് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ മുറി, തമ്പാനൂരിൽ വരുന്നു, കരുനാഗപ്പള്ളിയിൽ MLA മന്ത്രി തന്നെ പൈസ ചെലവാക്കി എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്തു. ഏതാ ജീവനക്കാർ വന്ന് കിടക്കുന്ന വിശ്രമ മുറി. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഡിപ്പോയാണ്. അതിന്റെ ഒരു തലയെടുപ്പോടുകൂടി പുനലൂർ ഡിപ്പോ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുക. ഇന്നിപ്പോൾ നിരവധിയായിട്ടുള്ള സർവീസുകൾ നമ്മൾ ആരംഭിക്കുക. നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏതാണ്ട് 10-15 സർവീസുകൾ നമ്മൾ ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്.
ഇപ്പൊ ചില ഈ ഗ്രൂപ്പുകളെല്ലാം ഉണ്ട്, അതെല്ലാം ഈ KSRTC അപകീർത്തിപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങളാണ്. ഞാൻ അതിന്റെ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ എന്ത് നടന്നാലും അവിടെ ഒരു മോശപ്പെട്ട സമീപനം കാണുന്ന ആളുകളുണ്ട്. അവരെന്തെങ്കിലും നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളവരാണോ? എന്തെങ്കിലും വികസനപരമായ കാര്യങ്ങളിൽ ഒരു കട്ടയെങ്കിലും എടുത്ത് വെച്ചൊരു വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്? ഏതെങ്കിലും ഒരു സർവീസ് ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളവരാണ്? അവരുടെ സംഭാവന എന്താണ്? അതാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. അവര് നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ കുറ്റം പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ദുഷ്ടലാക്കോടെ വികസനത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഭാഷ്യം എന്താണ്? അവിടെ പത്തനാപുരത്തുനിന്ന് സർവീസ് ആരംഭിക്കുന്നു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത, വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയുടെ ഭാഗമായി ദുർഗാഷ്ടമി ആഘോഷം. സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വെച്ചു. ബുധനാഴ്ചയാണ് ആയുധ പൂജ, വ്യാഴാഴ്ച വിദ്യാരംഭം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 86,760 രൂപ. പവന് 1,040 രൂപ വർദ്ധിച്ചും ഗ്രാമിന്റെ വില 10,845 രൂപയായി. പ്രബോധിനി സാഹിത്യ പുരസ്കാരം M. മുകുന്ദന് സമ്മാനിച്ചു. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് പ്രബോധിനി ഗ്രന്ഥശാലയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഛായാചിത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഫാർമസി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ഫാർമസി കെട്ടിടം, ഫാർമസി ബ്ലോക്ക്, ടോക്കൺ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് ഫാർമസി ബ്ലോക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.